ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോഴാണ് പറ്റിയത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷാർജ എയർപോർട്ടിലേക്കാണ്. ഷാർജ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 o'clock ആയിരുന്നു. നമ്മളപ്പോൾ ഒരു 11:30 ആ ടൈമിലാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചെക്കിങ് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ്റെ വെയിറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു 600 ദിർഹംസോളം പേ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങളുടെ ബോർഡിംഗ് പാസ് കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം നമ്മളവിടെ ഗേറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. അപ്പം നമ്മൾക്ക് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. കോഫിയും അതുപോലെ തന്നെ കുക്കീസും ഓർഡർ ചെയ്തിട്ട് നമ്മൾ അതും കഴിച്ചു. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ആ ഒരു വിൻഡോ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. കാരണം നമുക്ക് ബോറടിച്ചാലും പുറത്തേക്കൊക്കെ നോക്കി ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കാമല്ലോ. ഇതെന്താ എടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ടേക്ക് ഓഫ് ആയി. ടേക്ക് ഓഫ് ആകുന്ന ടൈമിൽ നമ്മൾ കുറച്ചൊന്ന് ടെൻസ്ഡ് ആയിരുന്നു. എന്നാലും മൈൻഡൊന്നും ഓക്കെയാണ്. കാരണം വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അതുപോലെ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ വെഡിങ് ഡേറ്റ് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലൈറ്റിലിരുന്നിട്ട് പുറത്തെ വ്യൂ ഒക്കെ കണ്ടു. അത് കുറച്ച് നേരത്തേക്ക് മടുത്തപ്പോൾ അത് എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം നല്ല ഉറക്കമാണ്. ആ ടൈമിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് രണ്ടുപേരും കയ്യിൽ ഇങ്ങനെ പടമൊക്കെ വരച്ചിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനും കിടന്നുറങ്ങി. ബിക്കോസ് എനിക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉറക്കം വരും. പിന്നെ നാട്ടിലേക്ക് എത്താറായി. നാട്ടിലേക്ക് എത്തുന്ന ടൈം ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും വേഗം വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ. അങ്ങനെ ഫൈനലി നാട്ടിലേക്ക് എത്താറായപ്പോഴത്തേക്കിനും റിയലി ഹാപ്പി. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതൊക്കെ കാണാം.